പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഈ പ്രഭാതത്തിൽ നല്ലൊരു ദിവസം അച്ഛൻ ആശംസിക്കുക. പ്രത്യേകിച്ച് ഇന്ന് എല്ലാ മക്കൾക്കും ആശംസിക്കുന്നത് അനുഗ്രഹത്തിൻ്റെ ഒരു ദിവസമാണ്. മാനുഷികമായി ചിന്തിക്കുമ്പോൾ പലതരത്തിലും സഹനവും ദുഃഖവും വേദനയൊക്കെ വരും. അങ്ങനെയൊക്കെ വരുന്ന നമുക്ക് എങ്ങനെയാണ് ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് അനുഗ്രഹം പ്രാപിക്കാൻ സാധിക്കുക? നമ്മുടെ ദുഃഖത്തിനും നമ്മുടെ വേദനകൾക്കും നാം എന്ത് ചെയ്യണം എന്നൊക്കെ ധ്യാനിക്കാൻ പോവുക. അപ്പോൾ ഹോശേയ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുന്നു, ഹൃദയം നൊന്ത് എന്നെ വിളിച്ചപേക്ഷിക്കുന്നതിന് പകരം അവർ കിടക്കയിൽ വീണ് വിലപിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ സഹനവും ദുഃഖവും പ്രയാസവും അതുമായി ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങളുണ്ടാവും. അവിടെ എന്തു ചെയ്യണം? കിടക്കയിൽ കിടന്ന് നിലവിളിച്ചിട്ടൊന്നൊരു കാര്യമില്ല. നിലവിളിച്ചോട്ടോ, അത് കുഴപ്പമില്ല. എന്നിരുന്നാലും നാം ചെയ്യേണ്ടത്, അങ്ങനെയുള്ള സന്ദർഭത്തിൽ വചനം പറയുന്നു, ഹൃദയം നൊന്ത് നീ ദൈവത്തെ വിളിക്കണം. എനിക്കുത്തരം കിട്ടത്തില്ല. എന്നിൽ ആശ്രയിക്കുമ്പോൾ എൻ്റെ മനസ്സിലെ പരിഹാരമാർഗം വരത്തുമില്ല ഞാൻ ചിന്തിക്കുമ്പോൾ. മറിച്ച് അങ്ങനെ അവസ്ഥയിൽ ഹൃദയം നൊന്ത് നീ അങ്ങ് വിളിച്ചപേക്ഷിക്കും ദൈവത്തെ. അപ്പോൾ എന്തു ചെയ്യും? സങ്കീർത്തനം 34:6 പറയുന്നു, എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു, എല്ലാ കഷ്ടതയിൽ നിന്നും അവനെ രക്ഷിക്കുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഇതാണ് നമുക്ക് ആവശ്യം. ഇതാണ് ആവശ്യം. കഷ്ടതയും ദുഃഖവും വേദനയും പരിഭവവും രോഗങ്ങളും എന്തു വന്നാലും വചനം പറയുന്നു, സങ്കീർത്തനം 34:6 പറയുന്ന പോലെ, എളിയവൻ എൻ്റെ നിസ്സഹായാവസ്ഥയിൽ ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും, വിളിച്ചു കറിയും. അപ്പോൾ കർത്താവിൻ്റെ വാക്കിത എല്ലാ കഷ്ടതയിൽ നിന്നും എല്ലാ രോഗത്തിൽ നിന്നും എല്ലാ വേദനയിൽ നിന്നും കർത്താവിനെ മോചിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ മോചിപ്പിക്കുക മാത്രമല്ല, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്ന പോലെ, നിൻ്റെ സന്തതികൾ രാജ്യങ്ങൾ കൈവശപ്പെടുത്തുകയും എല്ലാ നഗരങ്ങൾ ജനനിബദ്ധമാകുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പ്രിയമുള്ളവരെ, ഇന്ന് നാം ധ്യാനിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് സ്വാഭാവികമായിട്ടും എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ആ അവസ്ഥയിൽ ഞാൻ എന്നെ തന്നെ ആശ്രയിക്കാതെ കിടക്കെ ചുമ്മാ കിടന്നുകൊണ്ട് പരിഭവവും പരാതിയും പറഞ്ഞൊക്കെ അറിയാതെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക, ദൈവത്തോട് നിലവിളിക്കുക, ആവശ്യം നീ പറയുക. അപ്പോൾ കർത്താവ് പറയുന്ന വാക്യം ഓർക്കുക, കർത്താവ് തരുന്ന വാഗ്ദാനം ഓർക്കുക, കർത്താവ് തരുന്ന ആശ്വാസത്തിന് വചനം ഓർക്കുക. എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു, എല്ലാ തരത്തിലും അനുഗ്രഹമായി വിടുതലായി കർത്താവ് മാറ്റുന്നു, സമൃദ്ധി നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നാം നേരിടുന്ന ദുഃഖവും വേദനയും ബുദ്ധിമുട്ടും കടബാധയും രോഗങ്ങളും എല്ലാം ദൈവസന്നിധി സമർപ്പിക്കുമ്പോൾ അവൻ നമ്മെ ചേർത്ത് പിടിക്കുന്ന, അവന് സ്നേഹം അനുഭവിക്കുന്ന ഒരു ദിവസമായി ഇന്ന് മാറട്ടെ എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അച്ഛനീശ്വരാശിവാന്തരം. നമ്മുടെ കർത്താവായ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്.